നിങ്ങളുടെയൊക്കെ നാവിന് ഇത്തിരി ചൊറിച്ചിലുണ്ടാവും. വെറുതെ അനാവശ്യം പറയരുത്. ഞാനും എന്റെ ഭർത്താവും ജീവിക്കുന്നത് അന്തസ്സായിട്ടാ. ഏട്ടൻ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഒരു സഹോദരിയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരില് ഏട്ടനിൽ നിന്നും ഒന്നും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഒന്നും പിടിച്ച് വാങ്ങിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും. മതി മതി മതി. ഇനി ഈ വീടിനകത്ത് നിന്റെയൊക്കെ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇറങ്ങിയ മാഡം, മാന്യമായ ഭാഷയിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കോളണം. അതല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാനും എനിക്ക് മടിയൊന്നുമില്ല. കാലങ്ങളായി നിങ്ങളെല്ലാവരും എൻ്റെ മകനും കൂടെ ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം ചവിട്ടി കൂട്ടിയതാ. അത് തിരിച്ചു പിടിക്കാൻ തന്നെടാ ഈ പത്മയുടെ ശ്രമം. ഞാൻ അതിൽ ജയിച്ചിരിക്കും. എന്റെ വീട്ടില് വലിഞ്ഞു കയറി വന്നവളെ ഇവിടെ നിന്ന് ഞാൻ പടി അടച്ച് പുറത്താക്കിയിരിക്കും. ഇറങ്ങ്, ഇറങ്ങാൻ. അവന് സൂര്യയെ കാണണമെന്ന്. അവന് കുറച്ച് തണ്ട് കൂടുതൽ ആന്റി. അത് ചവിട്ടി ഓടിക്കണം. നന്ദിനി, എന്തുപറ്റി? രണ്ടുപേർക്കും നന്നായിട്ട് കിട്ടിയല്ലേ? ഇത്രയും ദുഷ്ടത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല. സംസാരിക്കുന്ന വെച്ച് ഇറങ്ങിത്തിരിക്കുമ്പോ നമുക്കൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുമല്ലോ. സ്ഥലം തെറ്റിപ്പോയി വിവേക്. അവരിപ്പോ ഭംഗിയായിട്ട് എല്ലാ വേലിയും അടച്ചിട്ട് അകത്തിരിക്കുക. പത്മയുടെ മാത്രമല്ല, എല്ലാരും കണക്കാ. സത്യം പറഞ്ഞ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം. പോലീസുകാരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കണം. അവര് വരട്ടെ, അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. സ്വന്തം അനിയനെ കൊല്ലാൻ മടിയില്ലാത്ത ചേച്ചിയെ കണ്ണു നിറച്ച് കാണട്ടെ. താനൊന്ന് വെറുതെ ഇരുന്ന്. പിന്നെ ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പറയോ? ഏട്ടനെ കാണാൻ നിന്നെ ഒരിക്കലും അനുവദിക്കില്ല. എനിക്കറിയാം ആരതി. സൂര്യസാറിന് സുഖാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ ഓരോ തവണ ഉണരുമ്പോഴും സൂര്യസാർ എന്റെ പേരാ വിളിക്കുന്നത്. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ആ ഒരു വിളി മാത്രം മതി. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലേ കാണുന്നൊക്കെ. സൂര്യ വീഴുന്ന അതേ സമയത്ത് യതീന്ദ്ര സന മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരിക. നന്ദിനിയെ തടഞ്ഞു നിർത്തി കുടുംബക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നു പറയുക. ഇതൊക്കെ ഇത്രയും കാലം ഒതുങ്ങി ഇരുന്നതെല്ലാം ചേർത്ത് പകരം വീട്ടുക. അതെ വിവേക്. പക്ഷെ മുൻപ് ഏതെങ്കിലും ഒരു അവസരത്തിലാണ് എന്നോടിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ സൂര്യസാറിന്റെ അടുത്ത് പോകുന്നത്? എനിക്ക് ആ മനുഷ്യനോട് എന്ത് ബന്ധമാണ്? എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നാലേ എന്നൊക്കെയാ. പക്ഷെ എനിക്ക് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത ത്യാഗമുണ്ടല്ലോ. സ്വന്തം സ്ഥാനം പോലും നോക്കാതെ എനിക്ക് വേണ്ടി ഭിക്ഷ എടുത്ത ആ മനസ്സുണ്ടല്ലോ. അന്ന് തീർന്നതാ എന്റെ അത്തരം തോന്നലുകളൊക്കെ. അന്ന് മുതലാ ഞാൻ സൂര്യസാറിനെ കൂടുതൽ നോക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങിയത്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഞാനറിയാതെ ഞാൻ സൂര്യസാറിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ വേദനിക്കുന്നത് മുഴുവൻ
ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയാ. എന്റെ പ്രാണന്റെ പ്രാണനായ ഒരാൾക്ക് വേണ്ടി.